അതെ അബ്ജോദ്, കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതി കേസിന്റെ പ്രഭവ കേന്ദ്രമാണ് എനിക്ക് പിന്നിൽ കാണുന്ന ഈ കൊല്ലത്തെ കശുവണ്ടി വികസന കോർപ്പറേഷന്റെ ഈ ഹെഡ് ഓഫീസ് എന്ന് പറയുന്നത്. നമസ്കാരം. കരുണാമയനായ കാരണഭൂതന്റെ കവർച്ചാ സാമ്രാജ്യം എത്രമാത്രം വിപുലവും അതിനിഗൂഢവുമായിരുന്നുവെന്ന് ഓരോ ദിവസവും പുറത്തു വരുന്ന വാർത്തകൾ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. കരിമണൽ മുതൽ കള്ളക്കടത്ത് സ്വർണം വരെ, സഹകരണ ബാങ്ക് കൊള്ളം മുതൽ അയ്യപ്പൻ്റെ സ്വർണം കക്കൽ വരെ, PSCയുടെ വിശ്വാസ്യത തച്ചുടച്ച് നിയമന തട്ടിപ്പുകൾ വേറെ, അഴിമതിയും ധൂർത്തും രക്തസാക്ഷി ഫണ്ടിൻ്റെ അപഹരണവും സ്വജനപക്ഷപാതവും മറ്റൊരു വഴിക്ക്. സ്വന്തം നിലയ്ക്കും പാർട്ടി തലത്തിലും നടത്തുന്ന അഴിമതികളെയൊക്കെ കമ്മ്യൂണിസ്റ്റുകാരുടെ സഹജ സ്വഭാവമാണെന്ന് കരുതി പോട്ടെ എന്ന് വയ്ക്കാം. എന്നാൽ പിണറായി വിജയൻ്റെ മറ്റൊരു സ്വഭാവ സവിശേഷതയാണ് ഏറ്റവും അത്ഭുതമുണ്ടാക്കുന്നത്. അഴിമതിക്കാർ ഏത് പാർട്ടിയിലാണെങ്കിലും ഇദ്ദേഹം ഉള്ളറിഞ്ഞ് അവരെ അങ്ങ് സഹായിക്കും. അത് കുഴൽപ്പണം ഇടപാടായാലും കശുവണ്ടി അഴിമതിയായാലും. കോൺഗ്രസിൻ്റെ ഒരു തൊഴിലാളി സംഘടനയാണ് INTUC. അതിൻ്റെ സമുന്നതനായ ഒരു നേതാവ് കശുവണ്ടി ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട 500 കോടി രൂപയുടെ അഴിമതി ആരോപണത്തിൽപ്പെട്ടാൽ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് എന്തായിരിക്കും ചെയ്യുക? കിട്ടിയ തക്കം നോക്കി അവനെ തട്ടി അകത്താക്കും. എന്നിട്ട് നിവർന്നു നിന്ന് പറയും, ഇതാണ് അഴിമതിക്കെതിരെയുള്ള ഞങ്ങളുടെ നിലപാട് എന്ന്. അത് കേൾക്കുമ്പോൾ നമുക്ക് കൈയടിക്കാം, എന്തൊരു സുഖമായിരുന്നേനെ. എന്നാൽ കേരളത്തിൽ സംഭവിച്ചത് മറ്റൊന്നാണ്. കശുവണ്ടി വികസന കോർപ്പറേഷൻ്റെ അഴിമതി കേസിൽ മുൻ ചെയർമാനും INTUCയുടെ സംസ്ഥാന പ്രസിഡന്റുമായ R ചന്ദ്രശേഖരനെയും അതിൻ്റെ മാനേജിംഗ് ഡയറക്ടറായ രതീഷിനെയും പ്രോസിക്യൂട്ട് ചെയ്യാൻ സർക്കാർ അനുമതി കൊടുത്തില്ല. 2020 ഏപ്രിൽ മാസം 30-ന് CBI പ്രോസിക്യൂഷനുള്ള അനുമതി തേടിയെങ്കിലും പിണറായി സർക്കാർ അനുമതി നൽകിയില്ല. അങ്ങനെ ആ കേസ് ഇത്രയും നാൾ നീണ്ടു. എന്നാൽ ഭരണം മാറി, സതീശൻ സർക്കാർ അധികാരത്തിൽ വന്നു. CBI അന്വേഷിച്ച ഈ കേസിൽ ചന്ദ്രശേഖരനെ അടക്കം പ്രോസിക്യൂട്ട് ചെയ്യാൻ ഇതാ സർക്കാർ അനുമതി നൽകിയിരിക്കുന്നു. 2008 മുതൽ തുടങ്ങിയ നിയമ പോരാട്ടമാണ് ഇപ്പോൾ പ്രതികളെ പ്രോസിക്യൂട്ട് ചെയ്യുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഒരുപാട് കഷ്ടപ്പെട്ടു. ഉറപ്പായിട്ടും 2008 മുതലാണ്, 18 വർഷമായി. എന്തായാലും സത്യത്തിൽ അന്തിമ വിജയം ഉണ്ടാവുമെന്ന് പറയുന്നത് ശരിയാണെന്ന് ഈ കേസിൽ കൂടെ ബോധ്യപ്പെടും നമുക്ക്. പ്രോസിക്യൂഷന്റെ അനുമതി ലഭിച്ചതോടെ ഈ പ്രതികൾക്കെതിരെ അഴിമതി നിരോധന നിയമം കൂടി ചേർത്ത് CBI കുറ്റപത്രം പുതുക്കും. എന്തായിരുന്നു ഈ കശുവണ്ടി കേസ്? അണ്ടിവിഴുങ്ങി അഴിമതിയുടെ അജീർണം ബാധിച്ച ഒരു ഭരണസമിതിയുടെ കഥ കൂടിയാണത്. കശുവണ്ടി വികസന കോർപ്പറേഷനിലിരുന്ന് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറും കൂടി 500 കോടി അങ്ങ് ഒതുക്കി. കശുവണ്ടി സംസ്കരിച്ച് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുക എന്നതാണ് കശുവണ്ടി വികസന കോർപ്പറേഷൻ്റെ പ്രധാന ദൗത്യം. കോർപ്പറേഷന് കൊല്ലം ഉൾപ്പെടെ 30ഓളം ഫാക്ടറികളുണ്ട്. 2005 മുതൽ 2016 വരെയുള്ള കാലയളവിൽ ഈ കോർപ്പറേഷൻ വിദേശത്ത് നിന്നും 1400 കോടി രൂപയുടെ തോട്ടണ്ടിയാണ് ഇറക്കുമതി ചെയ്തത്. അതുവരെ കേട്ടുകേൾവിയില്ലാതിരുന്ന കോട്ടയത്തെ JMJ ട്രേഡേഴ്സ് ആയിരുന്നു ഇതിൻ്റെ ഇടനിലക്കാർ. മുൻപെങ്ങും ഒരു സ്ഥാപനത്തിന് മാത്രമായി തോട്ടണ്ടി ഇറക്കുമതിക്കായി അനുമതി നൽകിയിരുന്നില്ല. എന്നാൽ ഈ കമ്പനിക്ക് വേണ്ടി ചട്ടങ്ങളെല്ലാം വഴിമാറി. 2005 മുതൽ 2016 വരെയുള്ള കാലയളവിൽ തോട്ടണ്ടി ഇറക്കുമതി ഉൾപ്പെടെ 500 കോടിയുടെ അഴിമതി നടത്തിയെന്നതാണ് ഈ കേസിന് ആധാരമായ സംഭവം. കടകംപള്ളി മനോജ് എന്ന പൊതുപ്രവർത്തകൻ അഴിമതി വിരുദ്ധ പോരാട്ടത്തിന് ഇറങ്ങിയതോടെയാണ് ഈ അഴിമതി കഥ പുറത്തു വന്നത്. നിയമസഭാ സമിതി അടക്കം ക്രമക്കേടുണ്ടെന്ന് ആവർത്തിച്ച് കണ്ടെത്തി. 10 വർഷത്തെ ഇടപാടിൽ അന്വേഷണം നടത്താൻ ഹൈക്കോടതി ഉത്തരവിട്ടു. വിദേശ ഇടപാടുകൾ കൂടി ഉള്ളതിനാൽ 2015-ൽ കേസ് CBIയുടെ അന്വേഷണത്തിന് വിട്ടു. 2020-ൽ CBI കുറ്റപത്രം സമർപ്പിച്ചു. ഇതിലെ ഒന്നാം പ്രതിയായ രതീഷ് ഇപ്പോൾ ഖാദി ബോർഡിൻ്റെ സെക്രട്ടറി കൂടിയാണ്. INTUCയുടെ സംസ്ഥാന പ്രസിഡന്റും കശുവണ്ടി വികസന കോർപ്പറേഷൻ്റെ മുൻ ചെയർമാനുമായ R ചന്ദ്രശേഖരനാണ് മറ്റൊരു പ്രതി. എന്റെ കൺമുന്നിൽ നടന്ന്, ഞാൻ കൊല്ലത്ത് ജനിച്ചു വളർന്ന എന്റെ കൺമുന്നിൽ നടന്ന ഒരു അഴിമതിയെ ചൂണ്ടിക്കാണിച്ച് ഞാൻ എല്ലാ ഏജൻസികൾക്കും പരാതി കൊടുത്തു. JNJ ട്രേഡേഴ്സ് ഉടമ ജയമോഹൻ ഈ കേസിൽ പ്രതിയാണ്. അന്വേഷണത്തിൽ അഴിമതി തെളിഞ്ഞിരുന്നതിനാൽ അഴിമതി നിരോധന നിയമപ്രകാരം പ്രതികളെ വിചാരണ ചെയ്യാൻ CBI 2002-ൽ സർക്കാരിനോട് അനുമതി ചോദിച്ചു. എന്നാൽ പിണറായി വിജയൻ സർക്കാർ അനുമതി നിഷേധിച്ചു. CJM കോടതി മുതൽ സുപ്രീം കോടതി വരെ നീണ്ട വ്യവഹാരങ്ങൾ. എല്ലാ കോടതികളും പ്രതികൾക്കെതിരെ വിധി പുറപ്പെടുവിച്ചു. പിണറായി സർക്കാർ അവരെ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള അനുമതി അപ്പോഴും നൽകിയില്ല. അതെന്തുകൊണ്ടായിരിക്കണം? രാഷ്ട്രീയപരമായി ശത്രുപക്ഷത്തുള്ള ഒരാൾ കശുവണ്ടി വികസന കോർപ്പറേഷനിലിരുന്ന് ഭീകരമായ ഒരു അഴിമതി നടത്തിയിട്ടും പിണറായി സർക്കാർ എന്തുകൊണ്ടാണ് അയാളെ ഇത്രയും കാലം സംരക്ഷിച്ചു നിർത്തിയത്? അഴിമതി നടത്തി ഉണ്ടാക്കിയ 500 കോടിയിൽ കൃത്യമായ ഒരു ഓഹരി സംരക്ഷിച്ചവർക്കും കിട്ടിയിട്ടുണ്ടാകണം.
അല്ലാതെ ആർ ചന്ദ്രശേഖരൻ എന്ന INTUC നേതാവ് പിണറായി വിജയൻ്റെ അപ്പച്ചിയുടെ മോനായിട്ടല്ല. നിയമസഭയുടെ അന്വേഷണ സമിതിയും CJM കോടതി മുതൽ സുപ്രീം കോടതി വരെയും അന്വേഷണ ഏജൻസിയും എല്ലാം എതിരായിട്ടും തെളിവുകൾ കണ്ടെത്തിയിട്ടും ഇത്രയും കാലം ചന്ദ്രശേഖരനെ സംരക്ഷിച്ചു നിർത്താൻ പിണറായി കാണിച്ച വ്യഗ്രത അപാരമാണ്. വിജയൻ്റെ ഭരണത്തിൻ്റെ തണലിൽ കഴിഞ്ഞ 10 വർഷവും ആർ ചന്ദ്രശേഖരൻ പ്രതാപിയായി തന്നെ ജീവിച്ചു. ഇക്കഴിഞ്ഞ 10 വർഷവും INTUC എന്ന പ്രസ്ഥാനം തൊഴിലാളി വിരുദ്ധരായ CPMൻ്റെ ദുർഭരണത്തിനെതിരെ കൊടി പൊക്കിയതേയില്ല. അവർ LDFൻ്റെ ഭാഗമായി മാറിയോ എന്ന് പോലും KPCC സംശയിച്ചു. 255 ദിവസം ആശമാർ നടത്തിയ സമരത്തിനെതിരെ ഒരൊറ്റ അക്ഷരം പോലും ഈ ചന്ദ്രശേഖരൻ സംസാരിച്ചിട്ടില്ല. കിട്ടിയ അവസരങ്ങളിലൊക്കെ അയാളും ആശാവർക്കർമാരെ പരിഹസിച്ചു, ആ സമരത്തെ തള്ളിപ്പറഞ്ഞു. സർക്കാരിൻ്റെ തൊഴിലാളി വിരുദ്ധതയ്ക്ക് ഒപ്പം അയാൾ നിന്നു. ഇതുമായി ബന്ധപ്പെട്ട് KPCC താക്കീത് കൊടുത്തിട്ടും ചന്ദ്രശേഖരൻ തൻ്റെ നിലപാടിൽ ഉറച്ചു നിന്നു. സർക്കാരിനെതിരെ സമരം പ്രഖ്യാപിക്കുകയോ എതിരഭിപ്രായം പറയുകയോ ചെയ്താൽ തന്നെ പ്രോസിക്യൂട്ട് ചെയ്യാൻ പിണറായി വിജയൻ അനുമതി കൊടുക്കുമെന്ന് ചന്ദ്രശേഖരന് ഭയമുണ്ടായിരുന്നു. നോക്കൂ, ഒരു മനുഷ്യൻ കഴിഞ്ഞ 18 വർഷം നടത്തിയ നിയമപോരാട്ടത്തിൻ്റെ ഒടുവിലാണ് ഇപ്പോൾ ചന്ദ്രശേഖരന് പിടിവീണിരിക്കുന്നത്. അതും സ്വന്തം പാർട്ടി ഭരിക്കുമ്പോൾ. ഒരർത്ഥത്തിൽ പിണറായി വിജയൻ മൂന്നാമതും ഭരണത്തിൽ വരണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ഒരു നേതാവല്ലേ INTUCയുടെ ഈ നേതാവ് ചന്ദ്രശേഖരൻ. ഇനി ഭരണം മാറിയപ്പോൾ ചന്ദ്രശേഖരൻ കാണിച്ച മറ്റൊരു ഉഡായിപ്പ് നോക്കാം. ചന്ദ്രശേഖരൻ അധ്യക്ഷത വഹിച്ച സംസ്ഥാന തൊഴിലാളി തരംഗം പരിപാടിയിൽ നിന്ന് മുഖ്യമന്ത്രി കഴിഞ്ഞ ആഴ്ച വിട്ടുനിന്നത് വാർത്തയായിരുന്നു. സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ INTUC നേതാക്കളുടെ സംഗമത്തിൽ നിന്നാണ് അവസാന നിമിഷം മുഖ്യമന്ത്രി പിന്മാറിയത്. ചന്ദ്രശേഖരൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ CBI പ്രോസിക്യൂഷന് അനുമതി തേടിയ സാഹചര്യത്തിലായിരുന്നു മുഖ്യമന്ത്രിയുടെ പിന്മാറ്റം. സെൻട്രൽ സ്റ്റേഡിയത്തിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചിരുന്നത്. അവസാന നിമിഷം വരെ മുഖ്യമന്ത്രി ഇപ്പോഴെത്തുമെന്ന് അനൗൺസ് ചെയ്തുകൊണ്ടിരുന്നു. മുഖ്യമന്ത്രിയെ സ്വീകരിക്കാൻ ചന്ദ്രശേഖരൻ കാത്തുനിന്നു. ഇതിനിടയിൽ അനൗൺസ്മെൻറ്റ് മുഴങ്ങി. മുഖ്യമന്ത്രി കടന്നു വരുമ്പോൾ ചന്ദ്രശേഖരൻ മാത്രമാകും കൂടെ ഉണ്ടാവുക, മറ്റാരും അതിനിടയ്ക്ക് വേദിയിലേക്ക് വരരുത്. അങ്ങനെ കാർപ്പറ്റും വിരിച്ച് കാത്തിരുന്നു. പക്ഷേ സ്വന്തം പാർട്ടിക്കാരനായ അഴിമതിക്കാരനെ സംരക്ഷിക്കാനും അയാളുടെ സ്വീകരണം ഏറ്റുവാങ്ങാനും മുഖ്യമന്ത്രി VD സതീശൻ വന്നില്ല. ഭരണം മാറി വന്നതോടെ മുഖ്യമന്ത്രിയായ സതീശനെ സുഖിപ്പിക്കാൻ വേണ്ടി INTUCയുടെ നേതാവായ ചന്ദ്രശേഖരൻ സംഘടിപ്പിച്ചതായിരുന്നു ഈ തൊഴിലാളി തരംഗം പരിപാടി. തൊഴിലാളികളെ പിണറായി വിജയൻ ഒപ്പം നിന്ന് ഒറ്റിക്കൊടുത്തവനാണ് ഇപ്പോൾ തരംഗം നടത്താൻ ഇറങ്ങിയിരിക്കുന്നത്. തൊഴിലാളികളുടെ പേര് പറഞ്ഞ് കോടികൾ അമുക്കി കീശ വീർപ്പിച്ച് ജീവിക്കുന്ന ഇതുപോലെയുള്ള കുളയട്ടകളെ വെച്ച് പൊറിപ്പിക്കില്ല എന്ന് തീരുമാനമെടുത്ത ഈ സർക്കാരിന് നന്ദി പറയുകയാണ് വേണ്ടത്. ഏതു പാർട്ടിയിലിരുന്നായാലും കോടികളുടെ അഴിമതി നടത്തുന്നവരെല്ലാം പിണറായി വിജയനും അച്ചൂണന്മാരാണ്. വിജയൻ്റെ ദാസന്മാരായി ഓശാനപാടി നടക്കുന്ന ഏതെങ്കിലും ഒരു അന്തം കമ്മി ചോദിച്ചോ എന്തിനാണ് ഈ INTUC നേതാവിനെ എൻ്റെ പാർട്ടി സംരക്ഷിക്കുന്നത് എന്ന്. അങ്ങനെ നെഞ്ച് നിവർത്തിയെന്ന് ചോദിക്കാൻ കഴകത്തുള്ള ഏതെങ്കിലും ഒരു 5 പേർ ഈ പാർട്ടിയിൽ ഉണ്ടായിരുന്നെങ്കിൽ CPMൻ്റെ ഗതി എന്താകുമായിരുന്നു? ബെക്കാർഡി കമ്പനിയിൽ നിന്നും എത്ര കോടി കിട്ടിയെന്ന് സതീശൻ പറയണമെന്നാണല്ലോ MP രാജേഷൊക്കെ വെല്ലുവിളിച്ചത്. പറയൂ രാജേഷ്, 500 കോടി അഴിമതി നടത്തിയ ചന്ദ്രശേഖരനെ സംരക്ഷിച്ച വകയിൽ പിണറായി വിജയനും പാർട്ടിക്കും എത്ര കോടി കിട്ടി? കേരളത്തിൻ്റെ സമസ്ത മേഖലയിലും നടന്ന ഇത്തരം അഴിമതികളുടെ കഥകൾ എത്രയെത്ര. കോൺഗ്രസ് നേതാവായിരുന്ന ഒരു മനുഷ്യൻ പിണറായി വിജയൻ ഒപ്പം ചേർന്ന് ദേവസ്വം പ്രസിഡന്റ് ആയപ്പോൾ സംഭവിച്ചതും നമ്മൾ കണ്ടില്ലേ. ഇപ്പോൾ അയാളും കാലും കയ്യും ഇട്ടടിച്ച് അയ്യപ്പനെ വിളിക്കുകയാണ്. ഞാനൊരു വീട് വെച്ചതാണോ കുറ്റമെന്ന് ചോദിച്ചുകൊണ്ട്. പാപിക്കൊപ്പം കൂടിയാൽ ശിവനും പാപിയാകുമെന്ന് പറഞ്ഞയാളാണ് പിണറായി വിജയൻ. ഈ ചന്ദ്രശേഖരനും PS പ്രശാന്തുമൊക്കെ പിഴച്ചു പോയത് ഏത് പാപിക്കൊപ്പം കൂടിയാണ് പിണറായി?